18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ശുഭാംശു ശുക്ല ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ശുഭാംശുവിൻ്റെ ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്തിനടുത്ത് കടലിലിറങ്ങും. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4:45 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. 7 പരീക്ഷണങ്ങളാണ് ബഹിരാകാശത്ത് ശുഭാംശു ശുക്ല നടത്തിയത്. എല്ലാ പരീക്ഷണങ്ങളും വിജയകരം എന്നും ISRO അറിയിച്ചു. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഐസൺ, 18 ദിവസത്തെ ബഹിരാകാശവാസം, അതിനുശേഷം ശുഭാംശുവും ശംഖവും ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണ് ശുഭാംശുവും സംഘവും. ഇന്ന് 3 മണിയോടുകൂടി നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ കാലിഫോർണിയ തീരത്തായിരിക്കും ശുഭാംശു സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം വന്നിറങ്ങുക. തീരത്ത് കടലിൽ വന്നിറങ്ങുന്ന പേടകത്തെ തുടർന്ന് അവിടെ നിന്ന് തിരിച്ച് ഇവരെ റിക്കവർ ചെയ്തതിനു ശേഷം, പേടകം റിക്കവർ ചെയ്തതിനു ശേഷം പേടകത്തിൽ നിന്ന് പുറത്തിറക്കി 4 യാത്രികരെയും, അതായത് ശുഭാംശുവിനോടൊപ്പമുള്ള 4 യാത്രികരെയും ക്വാറന്റൈനിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. നമുക്കറിയാവുന്നതാണ്, ഗുരുത്വാകർഷണ ബലത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഗുരുത്വാകർഷണം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്നും വലിയ ഗുരുത്വാകർഷണ മേഖലയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക കാര്യക്ഷമതാ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പരിശീലനത്തിന്റെ കൂടി ഭാഗമായാണ് ഇവരെ മാറ്റുന്നത്, ഇത്തരത്തിൽ ക്വാറന്റൈനിൽ മാറ്റുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7ഓളം പരീക്ഷണങ്ങൾ നടത്തി, അതായത് പ്രധാനമായും ഈ ആൽഗകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിത്തുകൾ മുളപ്പിക്കുന്നത് സംബന്ധിച്ചുമുള്ള പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ മസിലുകളുടെ വികാസം സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ, അത്തരത്തിൽ 7 പരീക്ഷണങ്ങളാണ് യും ശുഭാംശു ബഹിരാകാശത്ത് നടത്തിയത്. അത് മൈക്രോഗ്രാവിറ്റിയിൽ നടത്തേണ്ട പരീക്ഷണങ്ങളാണ്. തുടർച്ചയായി മൈക്രോഗ്രാവിറ്റി ലഭ്യമാകുന്ന പ്രദേശം ബഹിരാകാശം മാത്രമാണ്. സാങ്കേതികമായി മിനിറ്റുകൾക്ക് മാത്രമാണ് ഭൂമിയിൽ അത്തരം സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് ബഹിരാകാശത്ത് മാത്രമാണ് സാധ്യമാവുക. ആ പരീക്ഷണങ്ങൾ കൂടി നടത്തുന്നതിനാണ് അദ്ദേഹം യാത്രയായത്. 2 റെക്കോർഡുകൾ കൂടി സ്ഥാപിച്ചാണ് ശുഭാംശു തിരിച്ചെത്തുന്നത്. 1984 രാകേഷ് ശർമ്മയാണ് ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രികൻ. അദ്ദേഹം ഇരട്ടിയിലേറെ ദിവസങ്ങൾ ബഹിരാകാശം കഴിഞ്ഞ റെക്കോർഡും അതുപോലെ തന്നെ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഭാരതീയൻ എന്ന റെക്കോർഡും സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശുഭാംശു തീരത്ത്. ശരി ഐസൺ.